സങ്കീർത്തനം 103:17 കർത്താവിൻ്റെ കാരുണ്യം എന്നേക്കും ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെത് അമ്മയ്ക്ക് കിട്ടിയ വെളിപാട് എന്താണ്? അവിടുത്തെ ഭക്തരുടെ മേലെന്നാക്കി. അത് അമ്മയാക്കിയതാണ്. അമ്മ ആക്കിയതല്ല, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞതാണ്. എന്താണ്? അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും ഉണ്ടായിരിക്കും. ഇപ്പോൾ തലമുറയെന്ന് പറയുമ്പോൾ ക്രിസ്ത്യജനയുടെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അതാണ് അവൾക്കുടെ മകൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ പേരക്കിടാവിനും കിട്ടിയെന്ന് വരും. പക്ഷേ പേരക്കിടാവിന് കിട്ടാനുള്ള സാധ്യത കൃപാസനത്തിൽ ഇല്ല. 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുപ്പിക്കത്തില്ല. ഇപ്പോൾ ഒരു കള്ളത്തരം തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പക്കാർ വന്ന് അമ്മയെ ഇവിടെ ഡംപ് ചെയ്യും. ആദ്യം 65-67 വയസ്സുള്ള അമ്മയെ കൊണ്ടുവന്ന് മരുമക്കൾ ആരെങ്കിലും ഡംപ് ചെയ്യും. എന്നിട്ട് അവർ ആലപ്പുഴ ബീച്ചിൽ പോകും. നിങ്ങളൊന്ന് സന്ധിക്കണേ. ചില ഓരോ മനുഷ്യർ ഓരോ കാര്യങ്ങൾ ചെയ്യണതാണ്. അപ്പനും മകനും മരുമകളും കൂടി കൊണ്ടുവന്നിട്ട് അമ്മയെ 77 വയസ്സുകാരെ അമ്മയോടെ ഡംപ് ചെയ്യും ആദ്യം. എന്നിട്ട് ഇവർ ആലപ്പുഴ ബീച്ച് കറങ്ങാൻ പോകും. അതൊക്കെ മുമ്പ് അവർക്ക് പ്രായം കുറവാണല്ലോ, അവർ പോയി ഉടമ്പടി പത്രം മേടിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കും അവരുടെ പേരിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഉടമ്പടി എടുക്കണതാരാണ്? ഇവർ ആലപ്പുഴ സോറ പറഞ്ഞുകൊണ്ടിരിക്കുക, ബീച്ചിൽ കാറ്റും കൊണ്ടിരിക്കുന്ന സമയത്ത് പാവപ്പെട്ട അമ്മ ഇതിൻ്റെ അകത്ത് മുകളിൽ കയറി ഉടമ്പടി എടുക്കും. പക്ഷേ മുകളിൽ ചെല്ലുമ്പോൾ അമ്മയെ പിടിക്കും. അവിടെ ആളെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ കള്ളത്തരം കാരണം ആളെ നിർത്തിയിട്ടുണ്ട്. അവിടെ 67 വയസ്സ് മുകളിൽ കയറാൻ പോലും ആവതില്ലാത്ത ആൾക്കാർ ഉടമ്പടി എടുത്താൽ ഇവർ ഉടമ്പടി ഒരു കാര്യവും ചെയ്യത്തില്ലെന്നറിയാം. അപ്പോൾ ഇവരെ കൊണ്ട്, ഈ പ്രായമായ അമ്മച്ചിയെ കൊണ്ട് ആരോ കൈ നനയാതെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് കാരണം ഞങ്ങൾ അവിടേക്ക് ഒന്ന് അവരെ കൈയോടെ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഓഫീസിൽ കൊടുത്തിട്ട് ഫോറം തിരിച്ച് വാങ്ങിക്കും. എന്താ കാര്യം? ഉടമ്പടി സീരിയസ് ആണ്. അവരെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അവർക്ക് വിശുദ്ധീകരിക്കാൻ കഴിയില്ല. അവർക്ക് വെള്ളമടിക്കുക, സ്മോൾ അടിക്കുക, കറങ്ങി കിടക്കുകയൊക്കെ ചെയ്യണം. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇതിനെല്ലാം പറ്റുന്ന ഒരാളെ വീട്ടിൽ ഒരു നേർച്ചക്കോഴിനെ വെച്ചിരിക്കുകയാണ് അമ്മാമ്മയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് കൈ നനയാതെ ഒരു പണിയും നടക്കത്തില്ല. കാര്യം വെച്ചാൽ ഇതിൻ്റെ അകത്ത് സത്യസന്ധത എന്നൊരു സംഭവമുണ്ട്. സത്യസന്ധത. അപ്പം ഒന്നാമത് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. പിന്നെ ഞങ്ങളാണ് സംബന്ധിച്ചുള്ള അത് സമ്മതിച്ചു തരത്തില്ല. കാര്യം ഞങ്ങൾക്ക് കിട്ടിയ നോട്ടെന്ന് പറയണത് ഉടമ്പടി ചെല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതാരാണ്? ആത്മാർത്ഥമായിട്ട് ചെയ്യണം. നമ്മൾ പറയണതല്ല. ചില ആൾക്കാർക്ക് പരിശുദ്ധാത്മാവ് തന്നെ കിട്ടിയിട്ട് അവരെന്ത് മനോഹരമായിട്ടാണ് ആ സംഭവങ്ങൾ ചെയ്യണത്. എന്ത് രീതിയിലാണ് ക്വാളിറ്റി ആയിട്ട് അത് വർക്കൗട്ട് ചെയ്യണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സത്യസന്ധമായി ഭക്തിയോടുകൂടി വിശുദ്ധിയോടുകൂടി ഉടമ്പടി ചെയ്ത് തലമുറകൾക്ക് അനുഗ്രഹമാകാൻ ഞങ്ങളെ വിളിച്ചതിന് നന്ദി പറയുന്നു. കഷ്ടപ്പാടിന്റെ കാലത്ത് പുറപ്പാട് പുസ്തകം 2:24 അടിയൻ പ്രാർത്ഥിക്കുന്നു. എന്റെ കഷ്ടപ്പാടിന്റെ കാലത്ത് എന്റെ ഉടമ്പടി ഓർക്കുന്ന ദൈവമേ, ഉടമ്പടി അനുസരിച്ച് ജീവിക്കുവാൻ അങ്ങയുടെ കാരുണ്യം തലമുറകൾ തോറും ആർജിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മേല് അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് കഷ്ടപ്പാടിന്റെ കാലത്താണ് ദൈവം ഉടമ്പടി ചെയ്യണതെന്നും ഉടമ്പടി അനുസ്മരിക്കണമെന്നുള്ള വചനത്തിലാണ് നമ്മൾ എത്തിയത്. ഇപ്പം ലാസറിൻ്റെ അവസ്ഥ എന്താണ്? ലാസറിൻ്റെ കുടുംബത്തിനും കഷ്ടപ്പാടിൻ്റെ കാര്യം വരുമ്പോൾ കർത്താവ് എന്താ പറയണത് അതിനെക്കുറിച്ച്? അവിടെ ആണും തൂണും തുണയുമൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അയാളാണ് രോഗബാധിതനായി മരണപ്പെടാൻ പോകുന്നത്. ആ ഒരു കഷ്ടപ്പാടിൻ്റെ കാലത്ത് ആ ഒരു അവസ്ഥയെക്കുറിച്ച് കർത്താവിൻ്റെ കമൻ്റ് എന്താണ്? ഈശോ കഷ്ടപ്പാടിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മഹത്വത്തെക്കുറിച്ചാണ്. കഷ്ടപ്പാട് കാണുമ്പോഴേ കർത്താവ് ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുമെന്ന് പറഞ്ഞു. കഷ്ടപ്പാട് കാണുമ്പോഴേ അവിടുന്ന് മഹത്വത്തെക്കുറിച്ച് അനുസ്മരിക്കാം.
നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 11:4 വായിച്ച് ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 11:4. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അതാണ് യോഹന്നാൻ 11:4. അപ്പം ലാസറിൻ്റെ മരണം നമുക്കറിയാം ഏക വരുമാന മാർഗമാണ്. ആണും തുണയുമായ വീട്ടിലുള്ള ഒരാളാണ്. അദ്ദേഹമാണ് മരിച്ചു പോകാനുള്ള രോഗം വരുന്നത്. പക്ഷേ ഈശോ എന്നാ പറയണത്? ഈ രോഗം മരണക്കാരണമല്ല, മറിച്ചെന്താണ്? ദൈവത്തിൻ്റെ മഹത്വത്തിനും, പിന്നെ എന്താണ്, തദ്വഴി തൻ്റെ ഏകജാതൻ മഹത്വപ്പെടാനും വേണ്ടിയുള്ളതാണ്. കർത്താവിൻ്റെ ഈ മനസ്സ് ഓരോ ഭക്തനും ഉണ്ടാകേണ്ടതാണ്. ഉടമ്പടി ഭക്തൻ എന്ന് വെച്ചാൽ ദൈവസ്നേഹമുള്ളവന്, അല്ലാതെ ഭക്തിപാരവശ്യം കാണിച്ച് താഴെക്കിടന്ന് ഉരുളണമെന്നല്ല അർത്ഥം. ദൈവത്തോടും വിശ്വാസത്തോടും തൻ്റെ വിശുദ്ധിയോടുമൊക്കെ പ്രതിബദ്ധതയോടുകൂടി ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹം വീടടിച്ചു വാരിയതൊരു ഭക്തകൃത്യമാണ്. അദ്ദേഹം കർത്താവ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടടിച്ചു വാരി വൃത്തിയാക്കിയത് ഒരു ഭക്തകൃത്യമാണ്, ഭക്തികൃത്യമാണത്. ഒരു ദൈവത്തോടുള്ള ഒരു ആരാധനയാണ്. അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഷ്ടപ്പാട് വന്നാൽ നിന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഉടനെ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നീ എന്ത് പറയും? ഓ, ഇതെൻ്റെ വിധിയാണെന്ന് പറയും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നീ എന്ത് പറയും? നമ്മുടെ വീട് ഇവിടെ നമ്മൾ ഇത് സ്ഥലം ആരോട് വാങ്ങിച്ചതല്ലേ, ഇതൊക്കെ പണ്ടിവിടെ മരിച്ചടക്കം ഉണ്ടായിരുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കണമെന്ന് പറയും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മളെന്ത് പറയും? ഇവിടെ കൂടെ തേരോട്ടം ഉണ്ടെന്നാണ് പറയണമെന്ന് പറയും. ഇത് പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഷ്ടപ്പാടിന് പല മണ്ടത്തരങ്ങളും സങ്കല്പങ്ങളും നമ്മൾ സൂക്ഷിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടാകുമ്പോൾ എന്ത് പറയും? അതാണ് വ്യത്യാസം. ലോകാത്മാവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഞാൻ നാട്ടിൽ നമ്മുടെ സ്ഥലം ഒരു ഫ്ലോക്ക് സ്കൂൾ ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ഒരു മതിൽ കെട്ടി, ഒരു പേര് കെട്ടി. അപ്പോൾ അയൽവാസി വന്ന് ഞാൻ അവിടെ ഉള്ള സമയത്ത് എന്നോട് പറഞ്ഞ്, അച്ഛാ, ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ ആണ്, അതിന് ഒരു 10-20 അടി അകലെ എന്നാണ് പറമ്പ് പോണത്, അവിടെ നിന്ന് ഷീറ്റ് വെയിൽ പോണത്. അപ്പോൾ അച്ഛൻ ഒരു ദൂരം വിട്ട് തരുവാന്ന് ചോദിച്ചു. കാര്യം ഇത് വീടിൻ്റെ വാതിക്കൽ വെയിൽ വന്നു കഴിഞ്ഞാൽ വീടിനത് ദോഷമാണ്. അപ്പോൾ പിന്നെ അവിടെ വീട്ടിൽ വരുന്ന ഓരോ പ്രശ്നത്തിനും ഈ വെയിലാണ് പ്രശ്നം കാരണമെന്ന് പറയും. മനസ്സിലായില്ലേ? ഇതുപോലെ നിൻ്റെ വീട്ടിൽ നിൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ കഷ്ടപ്പാടിനും എന്തോ മാനുഷികമായിട്ടുള്ള ഇടപെടലാണ്, അല്ലെങ്കിൽ വേറെ അസർപ്പകമായിട്ടുള്ള എന്തോ ഇടപെടലാണെന്ന് വെച്ചാൽ എന്ന് നീ പറഞ്ഞാൽ, ഇനി വിധിയാണെന്ന് പോലും നീ പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം നീ നയിക്കപ്പെടുന്നത് പക്ക ലോകാരൂപിയിലാണെന്നർത്ഥം. ലോകാരൂപി നയിച്ചാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഈശോ എന്താ പറഞ്ഞിരിക്കണത്? ലാസർ രോഗിയാണെന്ന് പറയുമ്പോൾ അവൻ മാത്രമേ വരുമാന മാർഗമുള്ളൂ, 2 പെങ്ങന്മാരുണ്ട്, അവിടെ ജീവിതം അനാഥപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഈ രോഗം മരണകാരണമല്ല. പിന്നെന്താണ്? ഇതിൽ പിതാവ് ദൈവം മഹത്വപ്പെടുന്നു, അതുപോലെ തന്നെ അവിടുത്തെ ഏകജാതനും. അപ്പോൾ ഒരു വിഷയം, ഒരു കഷ്ടപ്പാട് വന്നാൽ ദൈവം ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുന്നു. അപ്പോൾ നമ്മളെന്താ ഓർക്കേണ്ടത്? ദൈവം മഹത്വപ്പെടാൻ സമയമായെന്ന് ഓർക്കണം. പിടികിട്ടിയ ഉടമ്പടി രീതി അതാണ്. ഒരു ഇടക്കേട് സംഭവം നമ്മുടെ ജീവിതത്തിൽ വന്ന് നമുക്ക് സങ്കടമാണ് വരണമെങ്കിൽ ഉടനെ ദൈവവേദനെ നീ ഓർക്കണം. എന്താണ്? ദൈവം ഇതുവഴി മഹത്വപ്പെടാൻ സമയമായെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, യോഹന്നാന്റെ സുവിശേഷം 11:4 പ്രാർത്ഥിക്കുന്നു. ലാസറിന്റെ രോഗവിശേഷം കേട്ടപ്പോൾ തന്നെ അത് ദൈവമഹത്വത്തിന്
കാരണമാകുമെന്ന് വിവേചിച്ചതുപോലെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെയും കഷ്ടപ്പാടിന്റെ കാലത്ത് ദൈവമഹത്വം കരയേറ്റാൻ പോകുന്നതിനെ അനുസ്മരിക്കാൻ ആവശ്യമായ ആത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. കഷ്ടതയുടെ കാലങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിച്ച് നിന്നെ മഹത്വപ്പെടുത്തി മുന്നേറുവാൻ ഞങ്ങളെ ഉടമ്പടിയും ദൈവാനുസ്മരണവും, ഉടമ്പടിയും ദൈവത്തിൻ്റെ മഹത്വവും തമ്മിലെല്ലാം പരിസരങ്ങളിലെ ഒരേ പരിസരങ്ങളിലുള്ള ദൈവാനുഭവമാണ്. ഉടമ്പടി ഉണ്ടായാൽ ദൈവം അനുസ്മരിക്കും. ദൈവം ഉടമ്പടി അനുസ്മരിച്ചാൽ ദൈവം അടയാളം കാണിക്കും. അടയാളം കാണിച്ചാൽ ആ അടയാളത്തിലൂടെ ദൈവം മഹത്വപ്പെടും. നമ്മുടെ കഷ്ടപ്പാട് മാറും. കഷ്ടപ്പാടും ഉടമ്പടിയും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കഷ്ടപ്പാടും ദൈവ മഹത്വവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 2:24 ഒന്നൊരു വായിച്ചേ. പുറപ്പാട് 2:24 ഒന്നൊരു വായിച്ചേ. ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ ദീനരോദനം ശ്രമിക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ ഉടമ്പടി ഓർമ്മിക്കുമ്പോൾ ആ ഉടമ്പടി ഓർമ്മിച്ചിട്ടാണ് അതിൻ്റെ പ്രകാരം വീണ്ടും മോശസുമായിട്ട് ഈ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം ഉടമ്പടി ചെയ്യുന്നത്. എബ്രാഹിമിക് ഉടമ്പടി, യാക്കോബിന് ചെയ്ത ഉടമ്പടി, അതിനുശേഷം ദൈവം പിന്നെ ചെയ്യുന്നത് ജോഷുവായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവം മോസസുമായിട്ട് ഉടമ്പടി ചെയ്യും. മോസസുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ വലിയ മഹത്വത്തിൻ്റെ ഒരു കാലമാണ് വിരിയാൻ പോകുന്നത്. ഒരു മഹത്വത്തിൻ്റെ വസന്തകാലം. അതിൻ്റെ അടയാളം കാണിക്കും. ഈ ഉടമ്പടിയിൽ എന്തെല്ലാം മഹത്വ സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ അടയാളം ആദ്യമേ അത് കഷ്ടപ്പാടിൻ്റെ കാലത്താണ്. അബ്രാഹത്തിൻ്റെ ഉടമ്പടിയെ ഓർത്തു, ഇസഹാക്കിൻ്റെ ഉടമ്പടിയെ ഓർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ചെയ്യണത് എന്താണ്? മോസസുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. മോസസുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? തൻ്റെ സീനായി മലമുകളിൽ ദൈവം മഹത്വരൂപനായി എഴുന്നള്ളൂ. കത്തിജ്വലിക്കുന്ന അഗ്നിയുടെ പ്രാഭവത്തിൽ പുറപ്പാട് 24:17 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 24:17 പുറപ്പാട് 24:17 മലമുകളിൽ എന്ന് പറഞ്ഞ മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലിയർക്ക് കാണപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വരുന്നത് മഹത്വത്തിലാണ്. ഉടമ്പടിയും കഷ്ടപ്പാടും ഉടമ്പടിയും മഹത്വവും കണക്കിന് പോണതാണ്. സാക്ഷ്യം ഇവിടെ അങ്ങനെയല്ല സംഭവിക്കണത്. നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് നിങ്ങളൊന്ന് ഉടമ്പടി ചെയ്യുന്നു, ഉടമ്പടി കഴിയുമ്പോൾ നിങ്ങളൊന്ന് സാക്ഷ്യം പറയുന്നു. അങ്ങനെ ഇത് കണക്റ്റഡാണ്. കഷ്ടപ്പാടും ഉടമ്പടിയും. കഷ്ടപ്പാട് കഴിയുമ്പോൾ ഉണ്ടാകുമ്പോൾ അടുത്ത നടപടി എന്താണ്? ഉടമ്പടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി എന്താണ്? ദൈവമഹത്വം. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതാണ്. പക്ഷേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാക്ഷ്യം പറയാതെ അനുഗ്രഹം അടിച്ചു മാറ്റാവുന്ന എങ്ങാനും നിങ്ങൾക്ക് തോന്നിയാൽ അത് പിശാച് തോന്നിക്കുന്നതാണ്. അങ്ങനെ വന്നാൽ നമുക്കറിയാവില്ല. ഞാൻ എപ്പോഴും പറയും, ഒന്നുറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. ഇനിയും നിങ്ങളുണ്ട്, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. നാളെ കാലങ്ങൾ ദൈവതിരുസന്നിധി വരുമ്പോൾ എല്ലാം കുളവാകും. കാര്യം ദൈവത്തിന് അറിയാം നിങ്ങൾ ഉടായിപ്പാണ്, കള്ളവാണ്. സ്വന്തമായിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റിയിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സാക്ഷ്യപ്പെടുത്താതെ ചുളിവിൽ മുങ്ങി നടക്കത്തില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സാക്ഷ്യത്തിൻ്റെ മുങ്ങൽ വിദഗ്ധന്മാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കുറച്ച് അധികം നീന്താൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ കൈയും കാലം തളരാൻ സാധ്യത ഉണ്ടാകും. വെറുതെ അതാണ് ഞാൻ ആലപ്പുഴ വന്ന് എന്തിനാ പണി മേടിക്കണമെന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യം. അല്ല, ഉടമ്പടി വെച്ചാൽ ലൈറ്റ്നിങ് പോലെയല്ല എക്സ്പീരിയൻസ്. പക്ഷേ അതുപോലെ തന്നെ നീ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടാം. കാര്യം ഇതിൻ്റെ ക്രമം അങ്ങനെയാണ്. ആദ്യം കഷ്ടപ്പാട്, പിന്നെ ഉടമ്പടി, പിന്നെ മഹത്വം. ഇപ്പം തന്നെ ഉടമ്പടി ചെയ്യാൻ പോകുമ്പോൾ മഹത്വത്തിൻ്റെ മലയിൽ ദൈവത്തെ ഒന്നിനു വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 24:16 പുറപ്പാട് 24:16-17 കർത്താവിൻ്റെ മഹത്വം സീനായ് മലയിൽ ആവസിച്ചു.
അന്ന് പറഞ്ഞ കർത്താവിൻ്റെ മഹത്വം കർത്താവിന്റെ മഹത്വം സിനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് മോശയെ വിളിച്ചു. മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലിയർക്ക് കാണപ്പെട്ടു. അപ്പോഴേ മഹത്വം കാണപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് ഉടമ്പടി. ഉടമ്പടി മോശസുമായി ചെയ്യാൻ പോവുകയാണ്. അതൊക്കെ മുമ്പാണ് മഹത്വം വെളിവാകണത്. ഇത് ഏത് മഹത്വമാണ്? പിതാവായ ദൈവത്തിൻ്റെ സ്വർഗീയ മഹത്വമാണ്. ഈ മഹത്വമാണ് യേശുക്രിസ്തുവിലേക്ക് വഴിഞ്ഞ് ലഭിക്കുന്നത്. യേശുക്രിസ്തുവിലേക്ക് ഈ മഹത്വമാണ് വഴിഞ്ഞ് ലഭിക്കുന്നത്. അതാണ് ലൂക്ക യോഹന്നാൻ്റെ സുവിശേഷം 1:14 പറയും. വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 1:14. യോഹന്നാൻ 1:14. വചനം മാംസമായി വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ കറക്റ്റ് ഉടമ്പടി, മരിയൻ ഉടമ്പടിയിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. എന്താ സംഭവം? സീനായ മലമുകളിൽ കണ്ട ദൈവത്തിൻ്റെ വെട്ടിത്തിളക്കവും മഹത്വത്തിൻ്റെ വെട്ടിത്തിളക്കവും, ആ തിളക്കം തന്നെ വചനം, ആ വചനം തന്നെയാണ് മാംസമായി നമ്മുടെ ഇടയിൽ ക്രിസ്തുവായി ജനിക്കണത്. ആ ക്രിസ്തുവിൽ വിളങ്ങണ എന്താ? പിന്നെ പിതാവിൻ്റെ എന്ന് പറഞ്ഞ് പറഞ്ഞ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1:14. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പം പിതാവിൻ്റെ ഏകജാതൻ്റെ മഹത്വം, ഈ മഹത്വമാണ് പത്രോസ് മറുരൂപ മലയിൽ കാണുന്നത്. മറുരൂപ മലയിൽ കർത്താവ് മഹത്വപ്പെട്ടില്ലേ? നമ്മൾ 2 പത്രോസിൻ്റെ 1:17-18 കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2 പത്രോസ് 1:17. 2 പത്രോസ് ഒന്ന് പറഞ്ഞ 2 പത്രോസ് 1:17. പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രാഭവത്തിൽ നിന്ന് അവന്റെ അടുത്ത് വരികയും ചെയ്തു. അപ്പം ഏകജാതൻ്റെ ആ മഹത്വമാണ്, പിതാവിൻ്റെ മഹത്വമാണ് മറുരൂപമലയിലെ ഏകജാതനിൽ നമ്മൾ കാണുന്ന രൂപാന്തരീകരണം വരെ സംഭവിക്കുന്നത്. ഈ മഹത്വം യോഹന്നാൻ 1:14 പറയുന്ന ഏകജാതനിലെ മഹത്വമാണ് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ, മരിയൻ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഓരോരുത്തരും അനുഭവിക്കുന്ന മഹത്വം. എന്താ കാര്യം എന്നറിയാമോ? ഈ ഏകജാതൻ്റെ മഹത്വം പുറപ്പാട് 24:17 മഹത്വം, യോഹന്നാൻ 1:14 ഏകജാതൻ്റെ മഹത്വം, 2 പത്രോസിൻ്റെ 1:17 മറുരൂപമലയിൽ ഈശോ അനുഭവിച്ച ആ ദൈവിക പ്രാഭവ മഹത്വം, അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാനായിൽ കാണുന്നത്. കാനായിൽ എന്താ കാണുന്നത്? കാനായിലെ കൽഭരണിയിലെ ഉടമ്പടിയുടെ പ്രമേയം അതാണല്ലോ. കാനായിലെ കൽഭരണിയിലെ ആ ജലവിധാനത്തെ നിഴലിച്ച് വെള്ളത്തെ വീഞ്ഞാക്കുന്ന മഹത്വം എന്താ? അതിന് അടയാളം എന്നാ പറയുന്നത്, മഹത്വത്തിൻ്റെ അടയാളമാണ്. വീഞ്ഞാകുന്ന അത്ഭുതം എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ അടയാളമാണ്. നീ ഉടമ്പടിയിൽ ഒരു അനുഭവം നിനക്കുണ്ടായാൽ അത് മഹത്വത്തിൻ്റെ അടയാളമാണ്. അതാണ് യോഹന്നാൻ 2:11. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച എന്ന് പറഞ്ഞ് യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അതായത് കാനായിലെ അത്ഭുതം നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത് അറിയാവോ? എവിടുന്നാണ് തുടങ്ങിയത്? കഷ്ടകാലത്ത് ദൈവം മനുഷ്യൻ്റെ ഉടമ്പടി ഓർക്കുന്നു. പഴയ ഉടമ്പടി ഓർത്തുകൊണ്ട് പുതിയ ഉടമ്പടി അവനുമായിട്ട് പുതുക്കിക്കൊണ്ട് മോശത്തിന് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം മഹത്വമാണ് പ്രകാശിപ്പിക്കുന്നത്. ആ മഹത്വമാണ് ഏകജാതൻ ലഭിക്കുന്നത്. ആ ഏകജാതൻ്റെ മഹത്വത്തെ മനുഷ്യൻ്റെ നന്മയ്ക്കും കണ്ണീരിന് പരിഹാരമായിട്ട് ഒരു കുടുംബത്തിന് അപമാനം സംഭവിക്കാൻ പോകുന്ന വീഞ്ഞില്ലാത്ത കാനായിലെ കല്യാണ അവസരത്തിൽ അവിടെ കണ്ണുനീർ തുടക്കാൻ വേണ്ടി ഈ ഏകജാതൻ്റെ മഹത്വത്തിൻ്റെ മാധ്യസ്ഥയായിട്ടാണ് മറിയം അവിടെ മാധ്യസ്ഥം വഹിക്കുന്നത്. അപ്പം മറിയം ആരാണ്? മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാണ്. കൈയടിച്ച് കർത്താവിൽ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. മഹത്വത്തിൽ